പ്രേമ ഇപ്പോൾ ഒരു ലോകകപ്പ് ഫുട്ബോൾ കഴിഞ്ഞു. അത് അമേരിക്ക, കാനഡ തുടങ്ങിയ രാജ്യങ്ങളിലാണ് അതിൻ്റെ വേദിയായത്. അപ്പോൾ അത് ഇങ്ങനെ ഇത്തരം സ്ഥലങ്ങളിൽ നടന്നപ്പോഴത്തേക്ക് സാമ്പത്തികമായി വളരെയധികം മെച്ചം നടത്തിപ്പ് രാജ്യമായ അമേരിക്കയ്ക്ക് ഉണ്ടായി എന്ന് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ലോകകപ്പിന് വേദിയാവുക എന്ന് പറയുമ്പോൾ അത് നടത്തിക്കുന്ന രാജ്യങ്ങൾക്ക് സാമ്പത്തികമായി മേന്മ ഉണ്ടാകും. അപ്പോൾ ഇപ്പോൾ അമേരിക്കയ്ക്ക് അത് സാമ്പത്തികമായി മേന്മ ഉണ്ടായി. അത് എങ്ങനെയെന്നുള്ളത് ഒന്ന് പറയുക. പിന്നെ 2, നമ്മുടെ ഇന്ത്യ ഇങ്ങനെ ഒരു വേദിയാകാനായി ശ്രമിക്കുന്നുണ്ടോ? ലോകകപ്പ് ഫുട്ബോളിന് വേദിയാകാൻ ശ്രമിക്കുന്നുണ്ടോ? അങ്ങനെ എന്തെങ്കിലും വാർത്തയുണ്ടോ? ഇപ്പോൾ ഇന്ത്യയുടെ ലോകകപ്പ് സാധ്യത ഒരു എന്താ പറയുക, അതിമനോഹരമായൊരു സ്വപ്നം ആണ്. പക്ഷേ അത് സ്വപ്നം നടക്കാത്ത സ്വപ്നമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സാധ്യതകളുണ്ട്. ഏതായാലും ഈ ലോകകപ്പ് ഒരുപാട് രാഷ്ട്രീയ വിവാദങ്ങൾക്കിടയിലാണ് അമേരിക്കയിലും കാനഡയിലും മെക്സിക്കോയിലുമായിട്ട് നടന്നത്. കാരണം അമേരിക്ക പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു യുദ്ധം നടക്കുമ്പോൾ ലോകകപ്പ് എന്ന് പറയുന്ന ഒരു സമാധാന സന്ദേശമാണല്ലോ. രണ്ടും തമ്മിൽ ആനയും അജഗജാന്തര വ്യത്യാസമുണ്ട്. അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോൾ ഈ വിവാദങ്ങൾക്കിടയിലും ആ ലോകകപ്പ് വിജയകരമായി പൂർത്തിയാക്കി എന്നുള്ളതാണ് പൊതുവിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിൻ്റെ രാഷ്ട്രീയ വശം അല്ലെങ്കിൽ സാമ്പത്തിക എല്ലാം പരിഗണിക്കണം. രാഷ്ട്രീയ വശം നോക്കുമ്പോൾ ട്രംപിനെ സംബന്ധിച്ച് വലിയ ക്ഷീണമാണ്. കാര്യം സമ്മാനദാനത്തിലടക്കം അദ്ദേഹം വലിയ കോമഡി കഥാപാത്രമായി എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇനി എന്താണ് ഇതിൻ്റെ സാമ്പത്തിക വശം? ആത്യന്തികമായിട്ട് സാമ്പത്തികമാണല്ലോ എല്ലാം നിശ്ചയിക്കുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ ചരിത്രത്തിൽ ആദ്യമായിട്ട് 48 ടീമുകൾ ഈ ലോകകപ്പിൽ പങ്കെടുത്തു. അപ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏഷ്യ, ആഫ്രിക്ക, വടക്കേ അമേരിക്കൻ രാജ്യങ്ങളെ കൂടി പങ്കെടുപ്പിച്ച് പരമാവധി മത്സരങ്ങളുടെ എണ്ണം കൂട്ടുക, കാണികളുടെ എണ്ണം കൂട്ടുക, വരുമാനം കൂട്ടുക. അതിൽ ഫിഫ വിജയിച്ചു. പിന്നെ പറയുന്നത് ഇതുവരെ വന്ന കണക്കുകൾ പ്രകാരം ഈ ലോകകപ്പ് വഴി ഫിഫയ്ക്ക് മാത്രം ഉണ്ടായ വരുമാനം 1,30,000 കോടി രൂപയാണ്. പിന്നെ ഇതിൻ്റെ വേദിയായ അമേരിക്കയുടെ മാത്രം, ഇപ്പോൾ കാനഡയുടെ മെക്സിക്കോയുടെ കഥയല്ല നമ്മൾ പറയുന്നത്, അമേരിക്കയ്ക്ക് മാത്രം ഏതാണ്ട് 68 ലക്ഷത്തി അമേരിക്കയ്ക്ക് മാത്രം കോടികൾ വരുമാനം ഉണ്ടായി. അതായത് അതിന് കാരണം ഈ മത്സരങ്ങൾ കാണാനായിട്ട് അമേരിക്കയിലേക്ക് വന്ന ആളുകളുടെ എണ്ണം 68,10,966 പേര്. സ്റ്റേഡിയങ്ങളിൽ വന്നവര്, കളി നേരിട്ട് കണ്ടവര്. പിന്നെ ഈ ലോകകപ്പായിട്ട് ബന്ധപ്പെട്ട് വെറുതെ അവിടെ ചുറ്റിക്കറങ്ങാനും അതിനൊക്കെ വന്ന ആളുകൾ വേറെ ഉണ്ടാവും. അപ്പൊ ആ രീതിയിൽ അമേരിക്കയ്ക്ക് ഈ അവിടെയുള്ള യാത്രാ വിമാനങ്ങളുടെ ടിക്കറ്റ്, ഹോട്ടൽ സംവിധാനങ്ങൾ, റെസ്റ്റോറൻറ്റുകൾ, അനുബന്ധമായിട്ടുള്ള ടൂറിസം സാധ്യതകൾ, ഇതെല്ലാം പ്രയോജനപ്പെടുത്തുമ്പോൾ അമേരിക്കയ്ക്ക് വൻ സാമ്പത്തിക നേട്ടം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായി. പിന്നെ നമ്മുടെ തത്സമയ ടെലിവിഷൻ ചാനലുകൾ വഴി ഈ ഫിഫയ്ക്ക് ഉണ്ടായ 1,30,00,000 രൂപയുടെ വരുമാനത്തിൽ ഏതാണ്ട് 44% തത്സമയ സംപ്രേഷണത്തിന് കിട്ടിയ വരുമാനമാണ്. ബാക്കി സ്പോൺസർഷിപ്പും മറ്റു പരിപാടികൾക്കുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം നമ്മുടെ IPL, നമുക്ക് പരിചയമുള്ള IPL ആണല്ലോ. അതിൽ ഈ സ്ട്രാറ്റജിക് ടൈം ഔട്ട് എന്നും പറഞ്ഞൊരു പരിപാടിയുണ്ട്. അത് വാസ്തവത്തിൽ അവർ ഔദ്യോഗികമായിട്ട് വ്യാഖ്യാനിക്കുന്നത് കളിക്കാർക്ക് കളിക്കിടയിൽ പുതിയ നിർദ്ദേശങ്ങളും ഇതൊക്കെ കൊടുക്കാൻ വേണ്ടിയാണ്. വാസ്തവത്തിൽ അത് ടെലിവിഷൻ സംപ്രേഷണം നടത്തുന്നവർക്ക് കുറച്ചുകൂടി പരസ്യം കാണിക്കാനായിട്ടുള്ള സംഗതിയാണ്. ഇവിടെ ഫുട്ബോൾ വേൾഡ് കപ്പിലും ഇതേപോലെ ഹൈഡ്രേഷൻ ബ്രേക്ക് എന്നും പറഞ്ഞൊരു സാധനം കൊടുക്കും. അതായത് ക്ഷീണം മാറ്റാൻ വേണ്ടി ആദ്യത്തെ 20 മിനിറ്റ് ഒരു ഇടവേള. അത് സാധാരണ അങ്ങനെ കണ്ട് ശീലിച്ചിട്ടില്ല. അപ്പോൾ അത് ആ സമയത്തും കണ്ടമാനം പരസ്യം കൊടുത്തു. അപ്പോൾ ഈ പുറത്തു വന്ന വിവരം പ്രകാരം ഈ ഫോക്സ് സ്പോർട്സ് എന്നും പറഞ്ഞ അമേരിക്കയിലെ ഒരു ചാനലുണ്ട്. അവർ ഇതിൽ പരസ്യത്തിന് വേണ്ടിയിട്ട് സെക്കൻഡുകൾക്ക് ലക്ഷക്കണക്കിന് ഡോളറാണ് പരസ്യത്തിന് വേണ്ടിയിട്ട് മാത്രം ചുമത്തി. ബ്രേക്കിനിടെ മൊത്തത്തിൽ സെക്കൻഡുകൾക്കാണ് അവർ $1,00,000 ചുമത്തിയത്. അപ്പോൾ കോടികൾ മറിഞ്ഞുള്ളൊരു പരിപാടിയാണ് നടക്കുന്നത്. അപ്പോൾ വാസ്തവത്തിൽ ഇത് ഒരു ഗ്ലാമറസ് പരിപാടിയാണ്. ഫിഫ വേൾഡ് കപ്പിന് പോലെയുള്ള ഒരു വലിയ ലോകം മുഴുവൻ നോക്കുന്ന ഒരു മാമാങ്കത്തിന് ഞങ്ങൾ ആതിഥേയത്വം വഹിക്കുമെന്ന് പറഞ്ഞാൽ പല രാജ്യങ്ങളിലും ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ ആണ്. മനസ്സിലായി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സാമ്പത്തികമായി മെച്ചമുള്ള പല രാജ്യങ്ങളും ഇതിനു വേണ്ടി ഇടിച്ചിടിച്ച് നിൽക്കുക. ഞങ്ങൾക്ക് വേണം. അപ്പോൾ ഇത് വെറുതെ അങ്ങ് കയറി കിട്ടത്തൊന്നുമില്ല. പിന്നെ ഒരു കാര്യം കൂടി പറയാം. ഏതായാലും ഈ വരുമാനം കിട്ടിയത് കൂടി ഉണ്ടല്ലോ, ഫിഫ വലിയ രീതിയിൽ സമ്മാനത്തുകയും കൊടുത്തു കേട്ടോ. 5,500 കോടി രൂപയാണ് മൊത്തം സമ്മാനമായിട്ട് വിതരണം ചെയ്തത്. അത് കഴിഞ്ഞ വർഷത്തെ ഖത്തർ ലോകകപ്പിനേക്കാൾ പകുതിയോളം വർധനമുണ്ട് ആ കാര്യത്തിൽ. ഒന്നാം സ്ഥാനക്കാർക്ക് 418 കോടി രൂപ, രണ്ടാം സ്ഥാനക്കാർക്ക് 275 കോടി, മൂന്നാം സ്ഥാനക്കാർക്ക് 242 കോടി രൂപയാണ് ഇതുവരെ കൊടുത്തത്.
അപ്പോൾ മൊത്തത്തിൽ ഞാൻ പറഞ്ഞു വന്നതിലേക്ക് തിരിച്ചു വരാം. ഈ വലിയ വൻകിട രാജ്യങ്ങളെല്ലാം തന്നെ ഈ ഫിഫ പോലെയുള്ള ലോകകപ്പ് വേദിയാകാൻ വേണ്ടി കിണഞ്ഞ് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മാനദണ്ഡം കഴിഞ്ഞ 2 തവണ വേദിയായ രാജ്യങ്ങളുടെ ഭൂഖണ്ഡത്തിലുള്ള രാജ്യങ്ങൾക്ക് ഈ തവണ പരിഗണന കിട്ടില്ല. അപ്പം ഇങ്ങനെ താല്പര്യമുള്ള രാജ്യങ്ങളെല്ലാം തന്നെ ഈ ഫിഫയ്ക്ക് ഒരു ബിഡ് സമർപ്പിക്കണം. ഞങ്ങൾക്ക് താല്പര്യപത്രം സമർപ്പിക്കണം. അപ്പോൾ ആ താല്പര്യപത്രം സമർപ്പിക്കുമ്പോൾ ചില മാനദണ്ഡങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ 48 ടീമുകളാണല്ലോ ഇതിൽ. അതെ, ഇപ്പോഴത്തെ ബേസിക് സാധനം വെച്ചോ ഇപ്പോൾ 48 ടീമുകളാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്റ്റേഡിയങ്ങൾ 14 സ്റ്റേഡിയങ്ങൾ മിനിമം ആ രാജ്യത്ത് അപേക്ഷ സമർപ്പിക്കുന്ന രാജ്യങ്ങളിൽ വേണം. ആ 14 സ്റ്റേഡിയങ്ങളിലും 40,000 കാണികളെയെങ്കിലും മിനിമം ഉൾക്കൊള്ളാനുള്ള കപ്പാസിറ്റി വേണം. കൂടാതെ ഈ ഉദ്ഘാടന മത്സരത്തിനും കലാശ മത്സരത്തിനും മിനിമം 80,000 പേരെങ്കിലും ഉൾക്കൊള്ളാവുന്ന സ്റ്റേഡിയവും ഒരെണ്ണം നിർബന്ധമായിട്ടും വേണം. ഇത് കൂടാതെ ഈ വരുന്ന ടീം അംഗങ്ങൾ ഏതാണ്ട് 72ഓളം വരുന്ന സ്റ്റേഡിയ അനുബന്ധ സൗകര്യങ്ങൾ വേണം. അതായത് ടീമുകൾക്കും റഫറിമാർക്കും പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് 72 മറ്റ് വേദികൾ. ഇനിയും കഴിഞ്ഞില്ല, കളിക്കാർക്കും ഒഫീഷ്യൽസിനും താമസ സൗകര്യം, അവർ നിഷ്കർഷിക്കുന്ന നിലവാരമുള്ള താമസ സൗകര്യമുള്ള സ്ഥലങ്ങൾ വേണം. പിന്നെയും കഴിഞ്ഞില്ല, ഇതെല്ലാം കഴിഞ്ഞിട്ട് അതാത് ഭരണകൂടങ്ങൾ, ഇതൊക്കെ അതാത് ഫുട്ബോൾ കമ്മിറ്റികളാണ് ഈ താല്പര്യപത്രമൊക്കെ സമർപ്പിക്കുന്നതെങ്കിൽ അവർക്ക് സർക്കാർ ഗ്യാരണ്ടി കൊടുക്കണം. ഇതിനെല്ലാത്തിനും ഞങ്ങളുടെ സർക്കാരിൻ്റെ പിന്തുണയുണ്ട്. അതിനെ ഇപ്പോൾ നികുതി ഇളവുകളായിക്കോട്ടെ, അടിസ്ഥാന സൗകര്യ വികസനമായിക്കോട്ടെ, നിയമപരമായിട്ടുള്ള മറ്റ് നടപടിക്രമങ്ങളായിക്കോട്ടെ, എല്ലാം സർക്കാരിൻ്റെ സ്പോൺസർഷിപ്പ് ഉണ്ടെന്നുള്ള ഉറപ്പും കൊടുക്കണം. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞിട്ട് ഈ ഫിഫ അവരുടെ കമ്മിറ്റിയെ അതാത് രാജ്യങ്ങളിലേക്ക് അയക്കും. നേരിട്ട് പരിശോധിച്ച് ഈ പറയുന്നതെല്ലാം ഉള്ളതാണോ നോക്കാൻ. അതനുസരിച്ച് അവർ മാർക്കിടും. ഈ മാർക്കിൽ ആ മാനദണ്ഡ പ്രകാരം ക്വാളിഫൈ ചെയ്യാത്ത പല രാജ്യങ്ങളെ അപ്പോൾ തന്നെ അവർ കട്ട് ഓഫ് ചെയ്യും. അവശേഷിക്കുന്ന രാജ്യങ്ങൾ ഇപ്പോൾ ഈ ഫിഫയ്ക്ക് ഒരു കോൺഗ്രസ് അല്ലെങ്കിൽ അംഗരാജ്യങ്ങൾ 211 അംഗരാജ്യങ്ങളുടെ ഒരു സമിതിയുണ്ട്. അപ്പൊ ഇതിലാണ് വോട്ടെടുപ്പ് നടക്കുക. ഈ വോട്ടെടുപ്പ് നടക്കാനായിട്ട് ഇപ്പൊ ഏത് രാജ്യമാണോ ഇത്തവണ ഞങ്ങൾക്ക് കിട്ടണമെന്ന് നിർബന്ധമുള്ളവർ അവരവിടെ ക്യാമ്പയിൻ നടത്തും. ഓരോ രാജ്യങ്ങളെ സ്വാധീനിച്ച് വോട്ട് സമാഹരിക്കാൻ ശ്രമങ്ങളൊക്കെ നടത്തും. അവസാനം വോട്ടെടുപ്പ് നടക്കുക ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന രാജ്യമോ അല്ലെങ്കിൽ രാജ്യങ്ങളുടെ കൂട്ടായ്മ, ഇപ്പൊ അമേരിക്ക, കാനഡ, മെക്സിക്കോ അതൊരു കൂട്ടായ്മയായിട്ടാണ്. കൂട്ടായ്മയ്ക്കോ ഈ വേദി അനുവദിക്കുക എന്നുള്ളതാണ് രീതി. അപ്പൊ ഇവിടെ ഒരു പ്രത്യേകത, അടുത്ത തവണത്തെ ലോകകപ്പിൽ ഒരു പ്രത്യേകതയുണ്ട്. കാര്യം 100ാമത് ലോകകപ്പാണ്, അല്ലെങ്കിൽ 100ാമത്, അതായത് ലോകകപ്പ് തുടങ്ങിയിട്ട് 100ാമത്തെ ലോകകപ്പാണ് ഇപ്പോൾ വരാൻ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് 6 രാജ്യങ്ങളിലായിട്ടാണ് ലോകകപ്പ് നടക്കുന്നത്. അപ്പൊ തുടക്കം അതിന്റെ വേദികൾ എന്ന് പറയുന്നത് മൊറോക്കോ, പോർച്ചുഗൽ, സ്പെയിൻ എന്നീ രാജ്യങ്ങളാണെങ്കിലും ആദ്യത്തെ 3 മത്സരങ്ങൾ നടക്കുക ഉറുഗ്വേ, അർജന്റീന, പരാഗ്വേ, മൊത്തം 6 രാജ്യങ്ങൾ. ഇനി ഇന്ത്യ എന്തുകൊണ്ട് ഈ ലോകകപ്പിന് വേദിയാകാൻ ശ്രമിക്കണം എന്ന് പറയുന്നതിന്റെ അടിസ്ഥാന തത്വം, ആതിഥേയ രാജ്യങ്ങൾക്ക് ഈ ലോകകപ്പിൽ ഡയറക്റ്റ് എൻട്രിയാണ്, കളിക്കാനുള്ള അവസരം കിട്ടും. ഇപ്പൊ ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയുടെ ഫിഫ റാങ്കിങ് എന്ന് പറയുന്നത് പരിതാപകരമാണ്. 138ാമത് റാങ്ക് മറ്റോ ആണ്. ഏഷ്യൻ ടീമുകളിൽ 26ാമത് സ്ഥാനവും മറ്റോ ആണ്. അപ്പോൾ ഇന്ത്യ ടീം ഇന്ത്യ ആതിഥേയത്വം വഹിക്കുകയാണെങ്കിൽ ഒരു ഡയറക്റ്റ് എൻട്രി കിട്ടും. അത് ബേസിക് ആയിട്ടുള്ള കാര്യം. പക്ഷേ ഇപ്പോൾ ഇന്ത്യ സർക്കാർ എടുത്തിരിക്കുന്ന നിലപാട്, ഈ ഒരു നിലവാരം വെച്ച് ലോകകപ്പ് ഫുട്ബോൾ കളിക്കാൻ പോയാൽ അത് രാജ്യത്തിന് അഭിമാനത്തെക്കാളേറെ നാണക്കേടായിരിക്കും. തീർച്ചയായിട്ടും. കാര്യം ഗോളുകളുടെ എണ്ണം ഒന്നും പറയാൻ പറ്റില്ല, അടിച്ചു കയറ്റി നാശമാക്കി തരും. അപ്പൊ ഇന്ത്യയെ സംബന്ധിച്ച് അടുത്ത സാധ്യത ഏതായാലും 2030 ലോകകപ്പ് ഞാൻ ഈ പറഞ്ഞ പോലെ 6 രാജ്യങ്ങളിലായിട്ടാണ് നടക്കുന്നത്. എന്നാൽ 2034 ലോകകപ്പ് നടക്കുന്ന സൗദി അറേബ്യയിലാണ്. അപ്പൊ ഈ ഏഷ്യ ഭൂഖണ്ഡത്തിൽ ഈ ബിഡ് കൊടുത്തത് സൗദി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വേറെ രാജ്യങ്ങൾക്കാരും ഭീമമായ സാമ്പത്തിക ചെലവുണ്ട്. ഇത്രയും സ്റ്റേഡിയങ്ങളൊക്കെ ഇത്രയൊക്കെ സജ്ജമാക്കി വെക്കണം. അപ്പോൾ മറ്റു രാജ്യം, ഇപ്പൊ ഖത്തർ ചെയ്തതിന് ശേഷം മിഡിൽ ഈസ്റ്റിൽ വരുന്ന 2ാമത്തെ ലോകകപ്പാണ് സൗദി. ഇപ്പൊ സൗദി വേദിയാകുന്നു. സൗദി ഇപ്പോൾ തന്നെ അവിടെ അടിസ്ഥാന സൗകര്യ വികസന പരിപാടികളൊക്കെ വളരെ രീതിയിൽ നടത്തുന്നുണ്ട്. ഇപ്പൊ ഇന്ത്യയിലെ ഫുട്ബോൾ അസോസിയേഷൻ സൗദി അറേബ്യനെ സമീപിച്ചിട്ട് പറയുകയാണ്, നിങ്ങളുടെ പ്രാഥമിക റൗണ്ടിലെ കുറച്ച് മത്സരങ്ങളെങ്കിലും നമുക്ക് തരണം. ആ രീതിയിൽ ചർച്ചകൾ നടക്കുന്നുണ്ട്. പക്ഷെ അവിടെയും ഈ പ്രശ്നം, ഇതിന് നമ്മുടെ ഭാരത സർക്കാരിൻ്റെ നേരിട്ടുള്ള പിന്തുണ ഇതിനില്ല. ഫുട്ബോൾ അസോസിയേഷൻ ഈ രീതിയിൽ ചെയ്യുന്നുണ്ട്. നമ്മുടെ സർക്കാരിൻ്റെ പരിഗണന
2036 ഒളിമ്പിക്സ് ഇവിടെ നടത്താനായിട്ടുള്ള അതാണ് നമ്മുടെ പ്രയോറിറ്റി. ഓ കാര്യം ഈ ലോകകപ്പ് എന്ന് പറയുന്ന ഒരു മാമാങ്കമാണ്. നമുക്ക് ഇന്ത്യയുടെ പാർട്ടിസിപ്പേഷൻ ഉണ്ടെങ്കിൽ തന്നെയും അതുകൊണ്ട് പ്രത്യേകിച്ച് സാമ്പത്തിക മെച്ചം ഉണ്ടാകും, നമ്മുടെ ഗെയിമിന് വലിയ നേട്ടം ഉണ്ടാകും നമ്മൾ കരുതുന്നില്ല. അപ്പോൾ അത്തരം മാമാങ്കങ്ങൾക്ക് പോകുന്നതിന് പകരം ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിനാണ് നമ്മളിപ്പോൾ ഫോക്കസ് ചെയ്യുന്നത്. ഇനി മറ്റൊന്നും കൂടിയുണ്ട്. ഈ 40,000 പേരെ ഉൾക്കൊള്ളുന്ന 14 സ്റ്റേഡിയങ്ങൾ വേണമെന്നുള്ളൊരു മാനദണ്ഡമുണ്ട്. ഇപ്പൊ ഇന്ത്യയെ സംബന്ധിച്ച് ക്രിക്കറ്റ് സ്റ്റേഡിയങ്ങൾ എമ്പാടും ഉണ്ട്. ഇപ്പോൾ അഹമ്മദാബാദ് നരേന്ദ്രമോദി സ്റ്റേഡിയം എന്ന് പറഞ്ഞാൽ 130,000-ലധികം കാണികളെ ഉൾക്കൊള്ളാവുന്ന ലോകത്തെ ഏറ്റവും വലിയ സ്റ്റേഡിയമാണ്. പക്ഷെ അത് മെയിൻ സ്പോർട്സ് അവിടെ ക്രിക്കറ്റാണ്. ഒരു ക്രിക്കറ്റ് സ്റ്റേഡിയത്തെ ഫുട്ബോൾ സ്റ്റേഡിയമായിട്ട് മാറ്റുക, കൺവെർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരുപാട് പരിമിതികളുള്ള ഒരു സംഗതിയാണ്. ഇപ്പോൾ നമ്മുടെ കൺവെട്ടത്തുള്ള ഏറ്റവും മികച്ച ഫുട്ബോൾ സ്റ്റേഡിയം കൊച്ചി ഇന്റർനാഷണൽ സ്റ്റേഡിയമാണ്. അതില് സീറ്റിംഗ് കപ്പാസിറ്റി ഏതാണ്ട് 39,000 ആയിട്ട് നിജപ്പെടുത്തിയിട്ടുണ്ട് ISL മത്സരങ്ങളിൽ. കുറച്ച് പേര് മെസ്സിനെ കൊണ്ടുവരാനായിട്ടൊക്കെ ശ്രമിച്ചിരുന്നല്ലോ. അപ്പൊ ആ സമയത്ത് ഫിഫ പറഞ്ഞ് അങ്ങനെയൊക്കെ നിങ്ങൾ നോക്കുന്നെങ്കിൽ 50,000 സീറ്റിംഗ് കപ്പാസിറ്റി ഉറപ്പുവരുത്തണമെന്ന് പറഞ്ഞിരുന്നു. എന്നിട്ട് അതെന്തായോ കുറെ മരം മുറിച്ചതൊക്കെ കണ്ടു. മരം മുറിയാണ് അവരുടെ പ്രധാന ഹൈലൈറ്റ് ഹോബിയും. അതൊക്കെ കണ്ടു. ആ സ്റ്റേഡിയത്തിന്റെ നിലവിലെ അവസ്ഥ എന്താണെന്ന് നമുക്കറിയില്ല. അപ്പൊ നമുക്ക് നിലവിൽ ക്രിക്കറ്റ് മത്സരങ്ങളാണെങ്കിൽ ഓക്കെ, ഈ ഫിഫയുടെ മാനദണ്ഡം അനുസരിച്ച് നമ്മുടെ ക്രിക്കറ്റ് സ്റ്റേഡിയങ്ങളെ ആ രീതിയിൽ മാറ്റിയെടുക്കുക പ്രായോഗികമായി ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ രീതിയിൽ എല്ലാ ഫെസിലിറ്റിയും ഉള്ള ഒരു ഫുട്ബോൾ സ്റ്റേഡിയം കൊൽക്കത്ത സാൽട്ട് സ്റ്റേഡിയം ഉണ്ട്. 85,000 കാണികളെ അതിൽ ഉൾക്കൊള്ളാൻ പറ്റും. പക്ഷെ ആ നിലവാരത്തിലുള്ള മറ്റ് സ്റ്റേഡിയങ്ങൾ ഇപ്പോൾ കൊച്ചി ഡെവലപ്പ് ചെയ്തെടുത്താലായി. തിരുവനന്തപുരത്ത് കാര്യവട്ടത്ത് സീറ്റിംഗ് കപ്പാസിറ്റി കുറവാണ്, ഏതാണ്ട് 30,000-ൽ താഴെയൊക്കെ ഉള്ളൂ. അത് ക്രിക്കറ്റിന് വേണ്ടി ഉദ്ദേശിച്ച സാധനമാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇത് ഒരു നടക്കാത്ത സ്വപ്നമെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഈ സൗദിയും ഇന്ത്യ സർക്കാരും കൂടി ഒരു ടൈപ്പിലെത്തി കുറച്ച് മത്സരങ്ങളെങ്കിലും ഇപ്പോൾ നമ്മുടെ സാൽട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ അതിനുള്ള യോഗ്യതയുണ്ടല്ലോ. ഇനി നരേന്ദ്രമോദി സ്റ്റേഡിയം വേണമെങ്കിൽ നമുക്ക് കൺവെർട്ട് ചെയ്യാവുന്ന സമയം ഉണ്ടാവുകൊണ്ട് കൺവെർട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. സാധ്യതയുണ്ട്. പക്ഷേ ഇതിൽ കേന്ദ്ര സർക്കാർ എടുത്തിരിക്കുന്ന നിലപാടും സൗദി അതിനോട് ഏത് രീതിയിൽ പ്രതികരിക്കുമെന്നുള്ളതും നിർണായകമാണ്. പക്ഷെ നമുക്ക് മുൻ അനുഭവങ്ങളുണ്ട്. നമ്മൾ അണ്ടർ 17 ലോകകപ്പ് ഇവിടെ നടത്തിയിരുന്നു. വനിതകളുടെയും, അതായത് 2017, 2022 വനിതകളുടെയും 2017 പുരുഷന്മാരുടെയും ഇവിടെ കൊച്ചിയിലടക്കം കളി നടന്നത് നമ്മുടെ ഓർമ്മയിലുണ്ട്. അപ്പോൾ നമുക്ക് ഫിഫ വേദി ഒരുക്കിയ മുൻപരിചയമുണ്ട്. വേണമെന്ന് വിചാരിച്ചാൽ ഇപ്പോൾ ISL മത്സരങ്ങൾ നടക്കുന്ന വേദി അത്യാവശ്യം നിലവാരമുള്ളതൊക്കെ തന്നെയാണ്. വേണമെന്ന് വിചാരിച്ചാൽ സാധ്യമാണ്. 1-2 മത്സരങ്ങളൊക്കെ നടത്തിയാൽ ഈ ഫിഫയിൽ നമുക്കൊരു ഒരു അടയാളപ്പെടുത്തൽ നടക്കും എന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ അത് എത്രത്തോളം അതിൻ്റെ ഉറപ്പ് പറയാൻ പറ്റില്ല.